സംഘർഷങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മിസൈൽ ആക്രമണ സാധ്യതകൾ മുന്നിൽ കണ്ട് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പുമായി ദുബായ്. കഴിഞ്ഞ ഒരാഴ്ചയായി നിരവധി ഗൾഫ് രാജ്യങ്ങളിലെ US താവളങ്ങൾ ഇറാൻ ആക്രമിച്ചതിനെ തുടർന്ന് മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന സൈനിക സംഘർഷത്തിനിടയിൽ വെള്ളിയാഴ്ച മിസൈൽ ആക്രമണത്തിന് സാധ്യതയുള്ളതായി ഫോണുകളിൽ മുന്നറിയിപ്പുകൾ ലഭിച്ചതിനാൽ ദുബായിലെ നിവാസികൾ പരിഭ്രാന്തിയിലായിരുന്നു. പുറത്തിറങ്ങരുതെന്നും ഏത് സാഹചര്യത്തിനും തയ്യാറായിരിക്കണമെന്നും ജാഗ്രത പാലിക്കണമെന്നും താമസക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും മുന്നറിയിപ്പുകൾ പറയുന്നു. ഞങ്ങൾക്ക് ഫോണിൽ തുടർച്ചയായി 4 അലേർട്ടുകൾ ലഭിച്ചു. അത്യാവശ്യ സാധനങ്ങൾ ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഉപയോഗിക്കാവുന്ന വിധത്തിൽ പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള എല്ലാ പ്രധാനപ്പെട്ട രേഖകളും ഉൾക്കൊള്ളുന്ന ഒരു ബാഗ് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ദുബായ് നിവാസികളായ ഒരാൾ ഇന്ത്യ ടുഡേയോട് പറഞ്ഞു. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിന് ശേഷം ഇസ്രായേലും US നടത്തിയ ഏകോപിത വ്യോമാക്രമണങ്ങളെ തുടർന്ന് അതിവേഗം വർദ്ധിച്ചു വരുന്ന സംഘർഷത്തെ തുടർന്ന് മിഡിൽ ഈസ്റ്റിലുടനീളമുള്ള വ്യോമഗതാഗതം സാരമായി തടസ്സപ്പെട്ടു. ആയത്തുള്ള അലി ഖമേനിയുടെ മരണത്തിന് ഇത് കാരണമായി. ഈ സംഭവ വികാസങ്ങൾ മേഖലയിലുടനീളം വ്യാപകമായ വ്യോമാതിർത്തി അടച്ചുപൂട്ടലുകൾക്കും യാത്രാക്കുഴപ്പങ്ങൾക്കും കാരണമായി. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലൊന്നും ഒരു പ്രധാന ആഗോള ഗതാഗത കേന്ദ്രവും സ്ഥിതി ചെയ്യുന്ന ദുബായ് സംയുക്ത ആക്രമണത്തിന് ഇറാൻ നൽകിയ തിരിച്ചടിയെ തുടർന്ന് സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് ബാധിക്കപ്പെട്ട നഗരങ്ങൾ ഒന്നാണ്. വിമാന സർവീസുകൾ തടസ്സപ്പെട്ടതിനെ തുടർന്ന് നിരവധി ഇന്ത്യൻ യാത്രക്കാർ ഗൾഫ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സുകളിൽ കുടുങ്ങി. മാർച്ച് 2 മുതൽ അവരിൽ പലരും ഇന്ത്യയിലേക്ക് മടങ്ങിയിട്ടുണ്ട്. തടസ്സമുണ്ടായിട്ടും സാഹചര്യം കാര്യക്ഷമമായി കൈകാര്യം ചെയ്തതായി പറഞ്ഞുകൊണ്ട് നിരവധി യാത്രക്കാർ ദുബായിലെയും UAEയിലെയും അധികാരികൾക്ക് അഭിനന്ദനം അറിയിച്ചു. അതേസമയം ഇറാനെതിരായ സൈനിക ആക്രമണങ്ങളിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒപ്പം ചേരാൻ ആലോചിക്കുന്നതായി അവകാശപ്പെടുന്ന മാധ്യമ റിപ്പോർട്ട് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് നിഷേധിച്ചു. രാജ്യത്തെ ലക്ഷ്യമിട്ടുള്ള ഇറാനിയൻ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് മറുപടിയായി UAE അഭൂതപൂർവമായ ഒരു നീക്കത്തെ വിലയിരുത്തുന്നുണ്ടെന്ന് ചൊവ്വാഴ്ച ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തു. റിപ്പോർട്ട് പുറത്തുവന്നയുടനെ UAE തങ്ങളുടെ സ്റ്റേറ്റ് വാർത്താ ഏജൻസിയായ എമിറേറ്റ്സ് ന്യൂസ് ഏജൻസി വഴി ഒരു പ്രസ്താവന ഇറക്കി. ആവർത്തിച്ചുള്ള ഇറാനിയൻ ആക്രമണങ്ങൾക്കുള്ള പ്രതികരണമായി പ്രതിരോധ നിലപാട് മാറ്റാൻ ഒരു തീരുമാനവും എടുത്തിട്ടില്ല എന്ന് അവകാശപ്പെട്ടു. UAEയിലെ പ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെ ഒരു പരമ്പര ആരംഭിച്ചതോടെ മേഖലയിൽ സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ വിശദീകരണം. ഫെബ്രുവരി 28-ന് ഇസ്ലാമിക് റിപ്പബ്ലിക്കൻ ആരംഭിച്ച US ഇസ്രായേൽ ആക്രമണങ്ങളെ തുടർന്ന് ദുബായിലെ US കോൺസുലേറ്റും അബുദാബിയിലെ അൽ ദഫ്ര വ്യോമതാവളവും ആക്രമിക്കപ്പെട്ട സ്ഥലങ്ങളിൽ ഉൾപ്പെടുന്നുവെന്നും റിപ്പോർട്ടുണ്ട്. ഇറാൻ സ്വന്തമായി ആണവായുധ ശേഖരം നിർമ്മിക്കുന്നത് തടയുന്നതിനായി അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി സൈനികാക്രമണം നടത്തിയ ഫെബ്രുവരി 28 മുതൽ മിഡിൽ ഈസ്റ്റിൽ പിരിമുറുക്കം അതിരൂക്ഷമായിരുന്നു. പ്രതികാരമായി ടെഹ്റാൻ US താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന നിരവധി അയൽ രാജ്യങ്ങളിലേക്ക് മിസൈൽ ആക്രമണം നടത്തി. ഇത് ആഗോള സുരക്ഷാ ആശങ്കകൾ ഉയർത്തി. ഈ ഘട്ടത്തിൽ സ്ഥിതി സാധാരണ നിലയിലല്ല. കാരണം വിമാനയാത്ര, വാണിജ്യ ഗതാഗതം, അന്താരാഷ്ട്ര വ്യാപാരം എന്നിവ തടസ്സപ്പെട്ടിരുന്നു. മധ്യപൂർവ്വദേശത്തെ കൂടുതൽ ആഴത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാൻ സാധ്യതയുള്ള ഒരു സമ്പൂർണ്ണ യുദ്ധത്തെക്കുറിച്ചുള്ള ഭയത്തിനിടയിൽ മേഖലയിൽ സാധാരണ നില പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്നതിന് എല്ലാ കക്ഷികളും സംയമനം പാലിക്കണമെന്ന് നിരവധി രാജ്യങ്ങൾ സമീപ ദിവസങ്ങളിൽ ആവശ്യപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.